ഹായ് ഗായ്സ്. പേടിക്കണ്ട, പറഞ്ഞോളൂ. കുറേ നാളായില്ലേ വ്ലോഗൊക്കെ തുടങ്ങിയിട്ട്. അതെ, ഇവൻ കുറേ കാലമായി കയറിയിട്ട്. ഞാൻ ഇൻട്രോ കാണിച്ചല്ലോ, നമ്മൾ എവിടെ പോകുന്നതെന്നൊക്കെ അറിയാം. അപ്പം നമ്മൾ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എറണാകുളത്ത് നിൽക്കുകയാണ്. നമ്മൾ 10:15 10:30ക്കാണ് ട്രെയിൻ വരുന്നത്. നമ്മുടെ ഒരു ഡ്രീം ജേർണി തന്നെ. കാര്യം രാജധാനി. നമ്മളന്ന് മുംബൈ പോകുന്നതിന് മുമ്പേ തൊട്ടെന്ന് പറയുന്നുണ്ട്. വീഡിയോ നോക്കി കാണാം, ലിങ്ക് ചെയ്തേക്കാം. അതിൻ്റെ നമ്മൾ പറയുന്നുണ്ട് രാജധാനി ഫസ്റ്റ് AC ട്രാവൽ ചെയ്യണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ ഇത് 3rd AC പറ്റുള്ളൂ. അപ്പം എന്തായാലും പറ്റും. ഇപ്പം ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ പുതിയൊരാളാണ്. ശ്രീധേട്ടൻ്റെ ഫ്രണ്ടാണ്, ശ്രീതിൻ്റെ കൊളീഗാണ്. ഇത് നമ്മുടെ മെൽവിൻ, അറിയാമല്ലോ. മെൽവിൻ അറിയാം. ഇത് പുതിയ ചേട്ടനാണ്, ചേട്ടൻ. ശ്രീതിൻ്റെ കൊളീഗാണ്. ഇവനും നമ്മുടെ പഴയ ആളെ. ഇനി നമുക്ക് മെയിൻ ഐറ്റം വരാറുണ്ട്. പക്ഷെ അവൻ ഇവിടുന്ന് കയറത്തില്ല. അവന് ബാംഗ്ലൂർ ആയിട്ട് അവിടുന്ന് കയറത്തുള്ളൂ. അപ്പം നമ്മുടെ ട്രെയിൻ വരാറായി. അപ്പോൾ ബാക്കി ഞാൻ ട്രെയിനിൽ കയറിയിട്ട് കാണിക്കാം. നിസാമുദ്ദീൻ വരെ പോകുന്ന രാജധാനി എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെന്റ് ആണ്. निजामुद्दीन तक जाने वाली राजधानी एक्सप्रेस थोड़ी ही देर में एर्नाकुलम Your attention please. Train number 12431 Rajdhani Express from Trivandrum to Nizamuddin will arrive shortly on Ernakulam Junction, platform number 1. നമ്മുടെ ട്രെയിൻ എത്തി. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മളങ്ങനെ എവിടെയാണ്? ഉടുപ്പി എത്തി. അപ്പം നമ്മളോട് ഒരാൾ വന്നിട്ടുണ്ട്. ദേ നമ്മുടെ മെയിൻ ആള്. അവൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നമ്മളിവിടെ ഇതിപ്പം 20 മിനിറ്റ് നേരത്തെ വന്നേ. അതായത് തൊട്ട് മുമ്പത്തെ സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇറങ്ങിയതാണ്. ഈ ട്രെയിൻ ഇവിടെ 20 മിനിറ്റ് നേരത്തെ വന്നു. ഈ ട്രെയിൻ ഭയങ്കര നേരത്തെ. എന്നിട്ട് എല്ലായിടത്തും നേരത്തെ വന്നിട്ട് ഇവിടെ എല്ലായിടത്തും കുറേ നേരം കൊണ്ടിടും. നമ്മളിപ്പോൾ എണീറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണാം. അതെ, എല്ലാവരും കാണാൻ നല്ല ഉറക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് അറിഞ്ഞൂടാ. വണ്ടി പറക്കുവാട്ടോ. ഇപ്പോൾ കൊങ്കണിലേക്ക് നമ്മൾ പോവാം. കൊങ്കൺ റൂട്ടായിരിക്കും പോകുന്നത്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ മഴ തുടങ്ങി, സീസണായി. മഴയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പം രാവിലെയാണെന്നൊരു ചെറിയ തണുപ്പുണ്ട്. പിന്നെ രാജധാനിയാണല്ലോ, പറന്നാണ് പോകുന്നത്. വെള്ളം തൊള്ളാതെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഒരു 120 km/h പോകുന്നത്. അപ്പോൾ സ്പീഡ് ഞാൻ പറയുക, ഇവിടെയൊക്കെ ആ സ്പീഡ് എടുക്കാൻ പറ്റും. ഇത് കൂടും കുറച്ചൊന്നും ചെല്ലുമ്പോഴത്തേനും. ഇതുവേ കാണുന്നില്ല സ്പീഡ് കൂടും. എല്ലാ സാധനം പിറക്കിക്കുന്നല്ലേ സന്ദേശം. ഇന്നലെ ജനറലിൽ കയറി കഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് നിരത്തൊക്കെ കിടന്നു ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതെ. ആ ബാഗിനൊരു വ്യത്യാസമില്ല. എവിടെ പോയാലുള്ള പിടിച്ചാൽ കിട്ടാത്ത കൊണ്ടൊരു ബാഗുണ്ട്. അതുകൊണ്ട് എടുത്ത് നോക്കി. കറക്റ്റ് ബംഗാളിയാണ് കേട്ടോ. കമ്മലൊക്കെ ഇട്ട്. ഓ, ഇത് മറ്റേ എന്തിൻ്റെ ആളാണ്? ആകാശം സൈലാണോ? എനിക്കറിയത്തില്ല. മറ്റേ ബെല്ലിൻ്റെ ആളായതുകൊണ്ട് സാറോടെ റോക്കറ്റൊക്കെ. ഇത് തന്നെയായിരുന്നോ? ആകാശം സൈലോ? എല്ലാം ബെല്ലിൽ നിന്ന് കൊടുക്കുന്ന ചെക്കനെ ഫ്രീ ആയിട്ട്. നമ്മൾ വീണ്ടും തുടങ്ങി കയറി. അടുത്ത മാസം അതിനെ പിന്നെ കയറാം. ഔട്ട്ഡോറിലായിരിക്കും.
നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നു. ഓംലെറ്റ്, ബ്രെഡ് അതെ ഇത് ബ്രെഡ്, ഒരു ജ്യൂസ്, പിന്നെ ബട്ടർ, എന്നുള്ളത് പാൽപ്പൊടി ചായ ഉണ്ടാക്കാം. ഇപ്പോൾ ഗ്ലാസ് എന്ത് ചെയ്യും? അത് വരുന്നുണ്ട്. സോസ് ഉണ്ട്, ചായപ്പൊടി. അത് ആസാം പ്രീമിയം ആസാം ചായപ്പൊടിയാണോ? അത് ചായ. അതെ, ഓക്കെ. ഏകദേശം ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. ബട്ടർ ആക്ച്വലി വന്ദേ ഭാരതിൽ കിട്ടുന്ന ഫുഡ് കേട്ടോ. വന്ദേ ഭാരത് എന്താണ് മറ്റേ വൺ പ്ലസ് ആണോ? കർവാർ എത്തുന്നതിന് മുന്നേ ഏതൊരു സ്റ്റേഷനിൽ പിടിച്ചിട്ടതല്ല. ആക്ച്വലി ഇത് അരമണിക്കൂർ നേരത്തെ വന്നു. അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുന്ന. സാധാരണ ട്രെയിനൊക്കെ വേറെ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയല്ലേ. ഈ രാജധാനി അങ്ങനെയൊന്നും പിടിച്ചിട്ടത്തില്ല. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമോ എനിക്കറിയില്ല. ആക്ച്വലി ഇത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ലക്ഷറി ട്രെയിനാണ്. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരത് ഷോർട്ട് റൂട്ടല്ല, പക്ഷേ ലോങ് റൂട്ടിൽ ഇപ്പോഴും രാജധാനി തന്നെയാണ്. രാജധാനിയാണ് ഇന്ത്യയിലെ ടോപ്പ്. അപ്പം ഈ ലക്ഷറിയുടെ കാര്യത്തിലാണെങ്കിലും, അതായത് ലക്ഷറി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഫുഡൊക്കെ ഉണ്ടല്ലേ, ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നല്ല ഫുഡ് കിട്ടും. പിന്നെ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അപ്പം സോൾവ് ചെയ്യും. ക്ലീൻ ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ അപ്പം പിന്നെ എവിടെയും പിടിച്ചിടത്തില്ല. സമയത്ത് ചെയ്യുന്നത് കറക്റ്റ് സമയത്ത് തരും. ഇപ്പം ഞങ്ങൾ പറഞ്ഞ നമ്മുടെ വരുന്ന വഴിക്ക് കാസർഗോഡ് ഒരു 5 minutes ലേറ്റ് ആയിരുന്നു. കാസർഗോഡ് ഒരു 5 minutes ലേറ്റ് ആയിരുന്നു. പക്ഷേ അപ്പുറത്ത് മംഗലാപുരം എത്തിയപ്പോഴത്തേനും 20 minute നേരത്തെ എത്തി. അതേ പറഞ്ഞാൽ അത്ര സ്പീഡായിട്ട്. എടാ നീ അവിടെ പോവാ, വണ്ടി എടുത്താൽ കയറണം കേട്ടോ. ഇവിടെയൊക്കെ അടച്ചേക്കും, അതുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങ് വാ. അത്രയും ദൂരം പോകണ്ട, പെട്ടെന്ന് എടുക്കും കേട്ടോ വണ്ടി. സോ അതാണ് കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതെല്ലാം കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് AC ഫസ്റ്റ് AC അടിപൊളിയാണ്. ഒരു ഫ്ലൈറ്റിനൊക്കെ റേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. കയറാം, ഓക്കെ. ട്രെയിനെടുത്ത് ഇവിടെ ആക്ച്വലി പ്ലാറ്റ്ഫോം ഇതുണ്ടോ, കുറച്ച് താഴെയാണ്. പ്ലാറ്റ്ഫോം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം ഇറങ്ങാൻ പാടാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറുന്നത്. പെട്ടെന്ന് ആൾക്കാരൊക്കെ പുറത്തേക്ക് നിന്ന് കയറാണെങ്കിൽ പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റത്തില്ല. സ്റ്റെപ്പിൽ കൂടെ വലിഞ്ഞ് കയറേണ്ടതുണ്ട്. അവിടെ ഗോവ് തടവിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറ്റുവാണെങ്കിൽ ഇറങ്ങാം. ഇറങ്ങിക്കോടാ. ഇതാ നമ്മുടെ രാജധാനിയുടെ പേര്. ഏതൊരു പട്ടിക്കാട് സ്റ്റേഷൻ കേട്ടോ. അതൊന്നും മനുഷ്യന്മാർ പോലും ഇല്ല. അവിടെ ഇത് പണിക്കാരൊന്നും പോകണം. ട്രാക്കൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾക്കാർ, വേറെ ആരുമില്ല. നമ്മളിപ്പോൾ കൊങ്കൺ റോട്ടിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ആക്ച്വലി ഇപ്പോൾ മഴയൊന്നുമില്ല. രാവിലെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇവിടെ ഇപ്പം വ്യൂ ഒന്നുമില്ല. മുമ്പേ കുറേ തുരങ്കമൊക്കെ കുറേ ഉണ്ടായിരുന്നു. അറിയാലോ, കൊങ്കൺ റോഡിൻ്റെ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. ഈ തുരങ്കങ്ങളാണല്ലോ, ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം ട്രെയിൻ നല്ല സ്പീഡായതുകൊണ്ടേ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ ഡോർ ക്ലോസ് ചെയ്ത് നിൽക്കാം, എന്നിട്ട് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല വ്യൂ. എത്തി. മഡ്ഗാവൺ ഓർമ്മയുണ്ടോ? നമ്മുടെ ഗോവ വ്ലോഗിൽ നമ്മൾ തിരിച്ചു പോയത് മഡ്ഗാവണിൽ നിന്നായിരുന്നു. അതാണ് നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. ഇവിടെ ആക്ച്വലി നമ്മളെ ചുമ്മാ AC ഒക്കെ ചുമ്മാ നമ്മൾ തേർഡ് AC അല്ലേ, ഫസ്റ്റ് AC സെക്കൻഡ് AC കാണാൻ വേണ്ടി ചുമ്മാ ഇറങ്ങിയതായിരുന്നേ. അപ്പം ഇവിടെ നിന്ന് ഒരാൾ കമ്പനി കിട്ടിയ മലയാളി പുള്ളിക്കാരി ഇവിടെ ഇറങ്ങായിരുന്നു. അപ്പോൾ സംസാരിച്ച് നമ്മളും ഇവിടെ തന്നെ ഇറങ്ങി. ഇത് കണ്ടു, ഈ കോച്ച്, ഈ ബോഗിയുണ്ടോ? ബോഗിയല്ല, ഈ ലോക്കോ ഉണ്ടോ? ഇത് ബാഗ് നമ്പർ എനിക്ക് അറിഞ്ഞൂടാ. അത് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ലോക്കോ ഇപ്പം നിലവിലുള്ളതിൽ ഗുഡ്സിൽ. ഇതിൻ്റെ നമ്പർ ഞാൻ മറന്നുപോയി. നല്ല ഫെസിലിറ്റി ഒക്കെ ആയിട്ട് ഏറ്റവും പവർഫുൾ ലോക്കോ ആയത്.
ഇതിൻ്റെ കപ്പാസിറ്റി എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇത് ഭയങ്കര പവർഫുൾ ലോക്കാണ് ഇന്ത്യയിലെ. നമ്മുടെ അവിടെ ഇടയ്ക്ക് വരും, ട്രിവാൻഡ്രത്തൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഗുഡ്സായിട്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ, അത്രയും ലോഡ് വരിക്കും ഇത്. ഇവിടെ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. കേട്ടോ, വാക് 12B നമ്പർ കേട്ടോ. ലുക്കല്ലേ സാധനം, മോസ്റ്റ് പവർഫുൾ ലോക്കോ. നമ്മൾ ചുമ്മാ ഫസ്റ്റ് എ സിയിൽ അവിടെ വരുന്ന പോകാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് എ സി നമ്മുടെ ഡ്രീമാണ്, എന്നേലും നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും. ഇവിടെ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. നോർമലി എല്ലായിടത്തും 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ മെയിൻ സ്റ്റേഷനിൽ. ഇത് അതിനേക്കാൾ കുറച്ചുകൂടെ മെയിൻ ആയിട്ടാണ് തോന്നുന്നു. 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. നമുക്ക് പുറത്തോട്ട് പോകാം. അകത്ത് ഭയങ്കര ഇരുട്ടാണ്. ആക്ച്വലി ഉണ്ടല്ലോ, സെക്കൻഡ് എ സിയിലുണ്ടല്ലോ നല്ല ഫെസിലിറ്റി അല്ല, നല്ല സ്പേസ് ഉണ്ട് അവിടെ. കാര്യം അവിടെ കോച്ച് ബെർത്ത് കുറവല്ലേ, അതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട് അവിടെ. ഫസ്റ്റ് എ സി നോക്കട്ടെ എവിടെയാണേ. ഇതാണ് ഫസ്റ്റ് എ സി കണ്ടോ. എ സി ഫസ്റ്റ്. ഇതിൽ കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സംസാരിക്കാൻ പറ്റുന്ന അറിയത്തില്ല കേട്ടോ, ഇനി പറ്റുന്നൊക്കെ പറയാം. ഇവിടെ ഇതാണ് പർച്ചേസ് മോനെ പൊളി, കുറച്ച് ഡീസൻ്റ് ആയിരിക്കണേ. ഇത് 7000 എന്നുണ്ടായിരുന്നു. ആക്ച്വലി ഉണ്ടോ, ഇങ്ങനെ കൂപ്പേഴ്സാണ് ഇവിടെ ഉണ്ടോ, കുറച്ചെണ്ണേ ഉള്ളു ഇവിടെ, പക്ഷെ അടിപൊളിയാണ്. ക്യൂട്ട് ഡോഗ്. പട്ടിയായിട്ട് കമ്പനി കൊടുക്കും. അല്ല, അത് ഗോൾഡൻ റിട്രീവർ ആണോ? എ സി എങ്ങനെയുണ്ടോ ഫസ്റ്റ് എ സി? പൊളിയല്ലേ? എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ പട്ടികൾക്കും പൂച്ചകൾക്കും കൊണ്ടുപോകാൻ മാത്രം. ഇത് അടുത്ത കോച്ച്. ആക്ച്വലി ഇപ്പോൾ നല്ല പ്രൈവസി ഇവിടെ, പിന്നെ ഹൈ പ്രയോറിറ്റി കേട്ടോ. ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും ആൾക്കാർ കാണും. പിന്നെ നമ്മുടെ മലയാളി ഫാമിലി ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ അത് ഒരാളെ കണ്ടു. പക്ഷെ ഇത് നല്ല റേറ്റ് ആട്ടോ. നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യാനല്ല, നമ്മൾ ജസ്റ്റ് റേറ്റ് നോക്കാൻ വേണ്ടി അത് നോക്കിയത്. ഫ്ലൈറ്റിനൊക്കെ വലിയ റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചില സമയത്ത്. ഇപ്പോൾ സീസൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നോർമൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് തിരിച്ച് കയറാം. ഇനി മിക്കവാറും ട്രെയിൻ എടുക്കാറായെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഉച്ചക്കത്തെ ഫുഡ്? കുഴപ്പമില്ല. ഞാൻ കഴിക്കുന്ന ഐസ്ക്രീം വന്നോർത്ത് തൈര് എടുത്ത് കഴിക്കുന്നത്. അതെ, തൈരാണ്. ആ സാധനം കഴിച്ചു തന്നെ. മധുരമായിരുന്നു, രസമുള്ള അല്ലേ? ഉറപ്പായിട്ടും ചിക്കൻ കറി നല്ലതാ. ചപ്പാത്തി കുഴപ്പമില്ല. വയറ് നിറഞ്ഞോടാ? ആവശ്യത്തിനായിക്കോളൂ. ഓക്കെ. ഇപ്പോൾ കാണുന്നതാണ് സന്ദേശ് ഫുഡ് കഴിക്കുന്നത്. കഴിക്കടാ. അതെ, അവൻ ചപ്പാത്തി ഇവിടുത്തെ റൊട്ടിയും ദാലും, ഇവിടെ ചപ്പാത്തി പരിപ്പ് കറി, ചിക്കൻ കറി സൂപ്പറാ. കൈ കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റും, സ്പൂണും കൊണ്ട് പറ്റൂല. ചപ്പാത്തി അതേ പറഞ്ഞു. നല്ലല്ലേ? ഓക്കെ. സന്ദേശ് ഇവിടെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ട്രിപ്പ് ചോറും മേടിച്ചു, റൊട്ടിയും മേടിച്ചു. റൊട്ടിയും ചിക്കൻ കറി. പിന്നെന്താണ് ഐഡിയ ഇരിക്കുന്നത്? കഴിക്കുവാണ്, ഇവനെ കണ്ടു കഴിക്കണം കേട്ടോ. എങ്ങനെ കറക്റ്റ് ആയിട്ട് കഴിക്കാൻ പഠിപ്പിച്ച് ചെയ്തു ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്തു. സെക്കൻഡ് ട്രിപ്പ് കഴിക്കേണ്ടത്
ഇപ്പോൾ രത്നഗിരി എത്തി. രത്നഗിരി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഒരു മെയിൻ സ്റ്റേഷൻ കേട്ടോ. കൊള്ളാം. ഇത്ര നേരം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റേഷൻ കണ്ടത് ഇവിടെ മഡ്ഗാവൺ കഴിഞ്ഞിട്ട്. ചൂട്, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. എ സിക്കകത്തുനിന്ന് ഇറങ്ങിയോണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കൊള്ളായിരുന്നു. രാജധാനി ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർമൽ ട്രെയിനിലാണ് ഇത്ര നല്ല ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ പൊടിയായിട്ട് പിന്നെ മാസ്ക് വെച്ചേക്കുന്നത്. അകത്ത് മറ്റേ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ഭയങ്കര പൊടിയായിരുന്നു. എടാ ഇപ്പോഴാണ് ഒരു നല്ലൊരു സ്റ്റേഷൻ കണ്ടോ അല്ലടാ? അതെ, നമ്മൾ ഇത്ര നേരം നോക്കിയിട്ട് ബാക്കിയെല്ലാം ഒരുമാതിരി പട്ടിക്കാട് സ്റ്റേഷനാണ്. ഒരു മനുഷ്യൻ പോലും ഇല്ല. ആകെ അവിടുത്തെ എനിക്കൊരു സ്റ്റേഷൻ മാസ്റ്റർ മാത്രം ഉണ്ടെന്ന്, വേറെ ആരുമില്ല ഇവിടെ. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ ഷോപ്പുണ്ട്, ആൾക്കാരുണ്ട്. അതുകൊണ്ടായിരിക്കും ട്രെയിൻ നിർത്തിയത്. മെയിൻ സ്റ്റേഷനാണെന്ന് തോന്നുന്നു ഇവിടെ. 20 മിനിറ്റ് ഉണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ട്രെയിനെല്ലാം ഈ ട്രെയിൻ മിക്ക സ്ഥലത്തും പിടിച്ചിട്ടേക്കും. നമ്മളോർക്കും അത് ലേറ്റ് ആയോ അല്ല വേറെ ട്രെയിൻ വരാനുള്ളതുകൊണ്ടോ അങ്ങനെ ലേറ്റ് ആയതുകൊണ്ടായിരിക്കുന്നത്. ഇത് ആക്ച്വലി 10-20 മിനിറ്റൊക്കെ നേരത്തെ ഓരോരുത്തർ സ്ഥലത്ത് എത്തുന്നത്, 20 മിനിറ്റ് നേരത്തെ. അപ്പം നേരത്തെ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇടയ്ക്കുള്ള ഒരു സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിരുന്നത്. കാര്യം ആ സ്റ്റേഷനിൽ വേറെ ഏതെങ്കിലുമൊക്കെ ട്രാക്കിൽ വേറെ വണ്ടി വരുമല്ലോ, സമയത്തല്ലേ എത്താൻ പറ്റൂ. ഇത് ഭയങ്കര നേരത്തെയാണ്. എവിടെ ചെന്നാലും നേരത്തെ. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞാലും അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേനും ഭയങ്കര നേരത്തെ ആയിരിക്കും. അത് നല്ല സ്പീഡിലാണ് ഓടുന്നത്. അത് രാജധാനി ആയതുകൊണ്ടാണ്. വേറെ ട്രെയിനൊന്നും ആണെങ്കിൽ ഇപ്പോൾ എത്തത് പോലും ഇല്ല. സാധാരണ സ്റ്റേഷനിൽ കാണാത്തൊരു സാധനം അതെ ബോഗിൻവില്ല നിൽക്കുന്നുണ്ടോ? നമ്മുടെ ഇവിടെ ഇപ്പോൾ ഫേമസ് ആയിരിക്കുന്ന സാധനമാണ്. ഫുള്ള് അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ബോഗിൻവില്ല നിൽക്കുന്നുണ്ടോ? ഈ കളറ്, പിങ്ക് കളറ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അറ്റത്തോട്ട്. കാണിച്ചത് അതെ കണ്ടോ, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് എന്തോ ലഗേജ് കൊണ്ടുപോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ അധികം വീഡിയോ ട്രെയിനിൽ എടുക്കുന്നില്ല കേട്ടോ. കാര്യം നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് വീഡിയോസ് എടുക്കാനുള്ളതാണ്. അധികം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മെമ്മറി തീരും. പിന്നെ ബാറ്ററിയൊക്കെ ഒരുപാട് എടുക്കും. ബാറ്ററി വിഷയമില്ല, എന്നാലും മെമ്മറി തീരും. അതുകൊണ്ട് അധികം വിഷ്വൽസ് എടുക്കുന്നില്ല. ഇനി മിക്കവാറും നമ്മൾ അവിടെ ചെന്നിട്ട് കാണും. ഇടയ്ക്ക് നല്ല എന്തെങ്കിലും കാണാനേ എടുക്കാം. ഈ സന്ദേശനെ നമ്മൾ നേരത്തെ ട്രിപ്പിലെല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, വെറും ഒരു പാണ്ടി ലുക്കായില്ല അവന്. ചെവി കാണിച്ച് 2 ചെവിയിലും കമ്മലും ഇട്ട് കറുത്ത്. ഇവനെ എങ്ങോട്ടാണ് ഇവൻ്റെ പോക്കെന്ന് നീ മനസ്സിലാവും. നേരത്തെയൊക്കെ പഴയ ഗോവ വീഡിയോയും ഒക്കെ എടുത്ത് നീ ഒന്ന് കാണ്. എന്ത് ഭംഗിയെന്ന് പറയുന്നത് കാണാൻ. നീ ചുമ്മാ ഒരുമാതിരി വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങോട്ടാണ് നിൻ്റെ പോക്ക്? ഈശ്വര, ഈ ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഒരു പ്രശ്നം. ട്രെയിൻ എടുത്ത് നമുക്ക് കയറിയേക്കാം. ഇവിടെ ഒരു 10-15 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം കുറേ നേരം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനുള്ളൂ. അതിന് 2 ജീപ്പ് വേണം ഓടി. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ ചായ വന്നിരിക്കുന്നു. ചായ ആൻഡ് സ്നാക്സ് നമുക്ക് എന്താ പൊട്ടിച്ച് നോക്കാം. ഇതെന്തോന്ന്? ഇതോ ഡ്രൈ ഫ്രൂട്ടോ? ഇത് സാൻഡ്വിച്ചാണ്. ഓക്കെ, ഇതെന്തോന്ന് നോക്കാം. സമൂസയോ? ഇതോ? ഇത് വട്ടത്തിലുള്ളൂടാ. ചൂടുണ്ട്. എനിക്കൊന്ന് മറ്റേ കിഴങ്ങിൻ്റെ സാധനമായിരിക്കും. പിന്നെ ചായപ്പൊടി സാധനങ്ങളൊക്കെ അതിനുള്ള ചൂടുള്ള പോരും. എങ്ങനെയുണ്ട് കഴിക്കാനുള്ള സാധനം? കഴിച്ചില്ല സോറി, എന്നാ പറ. അതിൻ്റെ വെറൈറ്റി ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് എന്നാ പറഞ്ഞിട്ടെന്ന് എനിക്കറിയില്ല. സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ്. വേറെ എന്തോ ഒരു എക്സ്ട്രാ സാധനം കൂടെ ഉണ്ട്. പിന്നെ മറ്റേത് എന്തേടാ, മറ്റേ കഴിച്ച സാധനം ഒരു വട്ടത്തൊരു സാധനം കിഴങ്ങിൻ്റെ ഒക്കെ. ഓ ആണോ? അതെ, ആ സാധനം. പിന്നെ എന്താ മധുരമുള്ളൊരു സാധനമുണ്ട്. ഈ സാധനം ഏത് ആ സാധനമോ? അതായത് മറ്റേ സാധനം എന്തായത്? പൊരി പോലത്തെ പൊരി തന്നെ. അതൊക്കെയാണ് സാധനം. പക്ഷേ അതെ എന്താണ് ഇപ്പോൾ കഴിച്ച സാധനത്തിൻ്റെ പേര്? ഞാനിപ്പോൾ കഴിക്കുന്നത് ബ്രെഡ് സാൻഡ്വിച്ച്. ഓക്കെ, അതിന് മുന്നേ നീ താഴെ വെച്ചേക്കുന്നത് ചെറുത് ഇതോ? ഇത് നമ്മുടെ ഈ വട പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിനകത്തുനിന്ന് പരിപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കൊള്ളാവോ? കുഴപ്പമില്ല. ഇവൻ പറഞ്ഞത് വയറ്റിലാക്കി, അതുകൊണ്ട് ഇവനോട് റിവ്യൂ ചോദിക്കാൻ പറ്റില്ല. അതെന്നോട് ചോദിച്ചത്.
അതെ നമ്മുടെ ബാക്കി ചായ വയറിളഞ്ഞ് ചാവും കേട്ടോ കുടിച്ച ചായപ്പൊടി ഉണ്ടാക്കിയ മുളച്ചായ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വേണം സാധനമില്ലോ മതിയായിട്ടത്. ഇത് നമ്മളിപ്പോൾ എത്തിയത് പനവേലിലാണ്, മുംബൈയിലെ. നമ്മുടെ മുംബൈ ബ്ലോഗിൽ നമ്മൾ വന്നിറങ്ങിയ സ്ഥലം ഇതാണ്. ഞാൻ കാണിച്ചു തരാം. शिवाजी അത് തന്നെ ആ മതിലിൻ്റെ എന്തുവാ ഗേറ്റിൻ്റെ അപ്പുറത്താട്ടോ നമ്മുടെ മറ്റേ സബർബൻ ട്രെയിനൊക്കെ ഉള്ളത്. നമ്മൾ അന്ന് പോയപ്പോഴും അതിൻ്റെ അപ്പുറത്തു നിന്നായിരുന്നു കയറിയത്. ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ വന്ന് ഇറങ്ങിയ 3 അല്ല 4. എനിക്കത് കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റ് നമ്മളെ ഇയർ പറഞ്ഞു. പക്ഷെ നമ്മുടെ ചാനലുണ്ട് നോക്കണെടുത്ത് നമ്മൾ വന്ന് ഇറങ്ങിയത് ഇവിടെയാ. ഗോവിന്ദ എന്ത് സാധനമാണോ അവന്മാർ? ഫുഡാണ് തോന്നുന്നു. അതെ അതെ, നമുക്ക് വൈകുന്നേരമുള്ള ഫുഡാണ്. സ്റ്റേഷനല്ല, ഇനി നമുക്ക് നേരെ ഡൽഹിയേ ഉള്ളൂ. അപ്പം ഇത് മധുരൈ, ഉത്തർപ്രദേശിലെ മധുര എത്തി. അപ്പം ഇവിടുന്ന് ഇനിയിപ്പോൾ ഇവിടെ നിർത്തിയിട്ടാണ്, സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ, ഇവിടെ നിർത്തിയിട്ടേക്ക് നേരത്തെ ആയിട്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ 12 ആകുമ്പോൾ, ഇപ്പോൾ 10:45 12 ആകുമ്പോൾ ഉത്തർപ്രദേശ് എത്തും. ഉത്തർപ്രദേശ് വേണേ ഡൽഹി എത്തും, നിസാമുദ്ദീൻ എത്തും. അപ്പോൾ ഇനി സ്റ്റോപ്പൊന്നും ഇല്ല. ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഇടയിൽ പിടിച്ചിട്ടാലേ ഉള്ളൂ. ഞാൻ വെറുതെ ഇറങ്ങില്ല മധുര എത്തിയപ്പോഴത്തേനും. ഈ മധുര ജംഗ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആഗ്രയിൽ നിന്ന് വരുന്നതും പിന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ വന്ന കോട്ട എന്ന് പറഞ്ഞ രാജസ്ഥാനിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള ജംഗ്ഷനാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ കോട്ട സൈഡിൽ നിന്ന് വന്നു, പിന്നെ ആഗ്ര വഴിയും അതോ ആഗ്രയിലോട്ട് പോകുന്നു എന്താ അറിയില്ല. ആ ഒരു ജംഗ്ഷനാണ് ഏതായാലും, അത് മധുര ജംഗ്ഷൻ മെയിൻ സ്റ്റേഷൻ ഇവിടുത്തെ ഉത്തർപ്രദേശിലെ. പക്ഷേ നമുക്ക് ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തിരുവനന്തപുരം എവിടെയായിരുന്നു? തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി. നമ്മൾ അന്ന് ഗോവയിൽ നിന്ന് വന്ന ട്രെയിനാണ്. ഹലോ, നമ്മുടെ 1.5 ദിവസത്തെ രാജധാനി യാത്ര അവസാനിക്കാൻ പോകുന്നു അല്ലേ വെൽവിന്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. 1.5 ദിവസം രാജധാനിയിൽ സൂപ്പറായിരുന്നു. നല്ല ഫെസിലിറ്റി കാര്യങ്ങൾ പറഞ്ഞേക്കാല്ലേ. ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു. സന്ദേശ് ഇവിടെ സെറ്റായിട്ട്, മുമ്പ് ഇത്ര നേരം ബംഗാളിയായിരുന്നെങ്കിൽ ഇന്ന് അവൻ മലങ്കാളിയാണ്. സെറ്റായിട്ടിരിക്കുന്നു കണ്ടാ. നമ്മുടെ സന്ദേശിൻ്റെ ബാക്കിൽ അങ്കിൾ നിൽക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാം ഇത്ര ദിവസം പുള്ളി. നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളിവിടെ? സൂപ്പറായിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഞങ്ങള് നോർത്ത് ഇന്ത്യ ഒക്കെ ഫുള്ള് ട്രിപ്പിന് വേണ്ടി വന്നേക്കുന്ന ആളാണ്. അങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഈ കൂടെ നിൽക്കുന്ന ആളെ കണ്ടോ? ആരാ ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾക്ക് ഈ റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യനാണ് എനിക്ക്. അവനെ നമ്മൾ ഇനി കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ നാട്ടുകാരാണ്. ഞാൻ കൊടുത്തില്ല, യുവമാര് കൊടുത്തില്ല. സബ്സ്ക്രൈബ് ചെയ്യും. അതെ, ചെയ്യണല്ലോ. ഇത് കാണിച്ചാൽ മതി ഇവിടെ തെളിവ് കേട്ടോ. നമ്മള് പരിചയമില്ലെന്ന് പറഞ്ഞു വന്നാലേ ഇത് കാണിക്കാം. അതെ, ഇതൊക്കെ സീനായിരുന്നു കേട്ടോ. എന്നാണേലും നമ്മൾ പരിചയപ്പെട്ടതാ. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ഉള്ള യാത്ര തീർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
സന്ദേശം ഞങ്ങള് എല്ലാവരും നമ്മളെ പരിചയപ്പെടാൻ അത്ര നല്ലതാണ് ഞങ്ങൾ പറഞ്ഞത്. നമ്മൾ അത്ര അടിപൊളിയായിരുന്നു. ശരിയാ, നമുക്ക് സമയം അറിഞ്ഞില്ല. സന്ദേശം പോലെ ഇങ്ങോട്ട് എന്റെ കപ്പലണിക്കട്ടെ. സന്ദേശ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന്. സന്ദേശ് അവന്റെ കമ്മലൊക്കെ മാറ്റി കേട്ടോ. മുമ്പേ വേറൊരു കടുക്കലായിരുന്നു, വേറെ ടൈപ്പ് ഓഫ് കടുക്കലായിരുന്നു. ഇപ്പൊ ഇത് വേറെ ബ്ലാക്ക് ഒക്കെ ഇട്ടു. പിന്നെ എന്താടാ തൊപ്പി എന്താ കാണിച്ചടാ? എന്താ സാധനം എന്താ എഴുതി വെച്ചേക്കുന്നത്? 2404 എന്താ റോക്കറ്റ് നമ്പർ എന്നൊക്കെ പറയുന്നത്. അതെ, അപ്പൊ അത്രയോളം നമുക്ക് ഇനി ഇറങ്ങിയിട്ട് കാണാം. ബൈ. നമ്മുടെ ഈ ബാക്കിരിക്കുന്ന ചക്കൻ അവൻ തന്ന ബാൽക്ലോവയാണിത്. അതെ, അവൻ എനിക്ക് സമ്മാനമായിട്ട് തന്നാണ് പോകുന്നരുത്. അതെ, അവന് അന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവന് വിഷമാവും. വീഡിയോ കാണുമ്പോഴത്തേനും ആൾക്കാർ വിചാരിക്കത്തില്ല. അപ്പോൾ സെറ്റല്ലേ? ഓക്കെ. പാത്തേക്ക് നോക്കിയേ, നീ നോക്കിയേ, നീ പാത്തേക്ക് നോക്കിയേ. അവിടെ വിളിച്ചേടാ, ഒരു ബോട്ടിൽ എനിക്ക് വെള്ളം വേണം. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഇതിന് മാർക്കറ്റ് അവിടെ കാണത്തില്ല. ഇത് നമ്മുടെ പാത്തു കേട്ടോ. നമ്മുടെ എത്ര ഉണ്ടായിരുന്നു അപ്പുറത്തിരുന്ന് ക്ഷത്രിയ കുടുംബത്തിലുള്ള ക്ഷത്രിയ കുടുംബത്തിലുള്ള ലക്ഷദ്വീപിൽ വന്നു.